നമസ്കാരം. മലയാളിയുടെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ഉത്സവ സങ്കല്പം, അതിൻ്റെ ദാർശനികമായിട്ടുള്ള സൗന്ദര്യം ഒട്ടുമുക്കാലും ചോർന്നു പോയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഇന്ന് ഓണം ആഘോഷിക്കുന്നത്. അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാതെ വയ്യ. ഓണനഷ്ടം എന്ന ഈ ഗദ്യ കവിതയിൽ അതിൻ്റെ ആശയങ്ങളെ പകരാനുള്ളൊരു ശ്രമം നടത്തുകയാണ്. ഓണനഷ്ടം ഉണ്ണാനല്ല ഉൾക്കൊള്ളാനാണ് പറഞ്ഞത്. ഉണ്ണാനല്ല ഉൾക്കൊള്ളാനാണ് പറഞ്ഞു വച്ചത്. എല്ലാവരും ഭംഗിയായി വാശിയോടെ ഓണം ഉണ്ടു തീർത്തു. കാളൻ ഉണ്ടാക്കലല്ല, കാലത്തെ അതിജീവിക്കലാണ് ഓണത്തിൻ്റെ സന്ദേശം. സാമ്പാറല്ല, സംഭവിക്കേണ്ടതിനെ രുചിയോടെ സ്വീകരിക്കലാണ്. സവർണ ദളിത കഥയുമല്ല, സവർണൻ വന്ന് ദളിതനെ അടിച്ചമർത്തിയ കഥയല്ല. അത് അഹങ്കാരവും ബോധവും തമ്മിലുള്ള സംവാദത്തെയാണത് മനോഹരമായി നാടകീയമായി പ്രകടമാക്കിയിരിക്കുന്നത്. പഴയ ഒരു കാലഘട്ടത്തെ ഓർക്കുന്നതല്ല, ഈ നിമിഷത്തിൻ്റെ സൗന്ദര്യത്തെയാണ് ഓണം വർണ്ണിക്കുവാൻ, ഈ നിമിഷത്തിൽ ജീവിക്കുവാൻ പറഞ്ഞിരിക്കുന്നത്. ഓണത്തിൻ്റെ ആന്തരിക ഘടന ഭോഗ പ്രധാനമല്ല, അത് ത്യാഗമാണ് അതിൻ്റെ മർമ്മപ്രധാനമായ ആശയം. ഓണം ഒരു മത അധിഷ്ഠിതമായ ഒന്നല്ല, അത് മതാതീതമാണ്. അത് മതരോഗമല്ല, അതിൻ്റെ ആശയം മതാതീതമായ ആധ്യാത്മികതയാണ്. മൂന്നടി മണ്ണ് എന്നുള്ളത് നമ്മുടെ മനുഷ്യ മനസ്സ് തന്നെയാണ്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, അതാണ് മൂന്നടി മണ്ണ്. ചവിട്ടിത്താഴ്ത്തലല്ല, അഹങ്കാരത്തെ ജയിക്കലാണ്. പുത്തൻ ഉടുപ്പുകളല്ല, പുതുബോധത്തെ, പുതിയ മനസ്സിനെ, നവീകരിച്ച ഒരു മനസ്സിനെ സൃഷ്ടിക്കലാണ്. ഉമ്മറം വർണ്ണാഭമാക്കലല്ല, ഉണ്മയെ ഉൾക്കൊള്ളലാണ്. വിളക്കല്ല, വെളിച്ചമാണ് പ്രധാനം. ആർപ്പല്ല, ആർപ്പ് ഇറു എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണ് അതിൻ്റെ മീനിങ്? ആർപ്പ് എന്നാൽ ആറാധാരം കഴിഞ്ഞു പടർന്ന് വികസിക്കുന്നത്. അത് ബോധോദയത്തിൻ്റെ മനോഹരമായ ഒരു ലഘു മന്ത്ര ശബ്ദമാണ്. പ്രതിഷ്ഠിക്കേണ്ടത് ചെറിയ മനസ്സിനെയല്ല, വലിയ മനസ്സിനെയാണ് ഉമ്മറത്ത് ഉണ്മയുടെ ആ പൂക്കളത്തിന് നടുവിൽ പ്രതിഷ്ഠിക്കേണ്ടത്. ചിങ്ങമാസം എന്നാൽ സിംഹമാസമാണ്. തിരുവോണം എന്നാൽ ശ്രാവണമാണ്, നല്ലത് ശ്രവിക്കേണ്ട മാസം. പൂവടയല്ല, പുരോടാശമാണ്. വേദങ്ങളിൽ പുരോടാശം എന്ന ഒരു നിവേദ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അത് നമ്മുടെ ഇപ്പോൾ ഓണത്തിന് നമ്മൾ തൃക്കാക്കരപ്പന് മഹാവിഷ്ണുവിനെ നിവേദിക്കുന്ന നിവേദ്യമാണ്. പൊരുത്തലട, പൂവട എന്നൊക്കെ പറയുന്ന നിവേദ്യം. പൂവിളിയല്ല, അത് പൂർണ്ണതയുടെ വിളിയാണ്. പൂജയ്ക്ക് പുരോഹിതൻ്റെ ആവശ്യമില്ല, ശാന്തിയോ തന്ത്രിയോ ഒന്നും വേണ്ട. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങളുടെ ഉമ്മറത്ത് പ്രതിഷ്ഠിക്കാം. മന്ത്രങ്ങൾ വേണ്ട, മനസ്സിൻ്റെ തന്ത്രങ്ങളെ അറിഞ്ഞാൽ മതി. ആരുടെയും ഉപദേശം വേണ്ട, ജീവിതത്തോട് ചേർന്ന് നിന്നാൽ മതി. നിബന്ധനകൾ ഒട്ടുമേയില്ല, നിങ്ങൾക്കിഷ്ടമുള്ള രീതിയിൽ പ്രതിഷ്ഠിക്കാം. അതിൻ്റെ വലിപ്പം ചെറുപ്പം ഒന്നും പ്രശ്നമല്ല. ജാതി മത വർണ്ണ വർഗ ഭേദങ്ങളൊന്നുമില്ല. ബോധം കെടലല്ല, ബോധോദയമാണ് ലക്ഷ്യം. മാവേലിയല്ല, മഹാവേളയാണ്. വാമനനല്ല, വലിയ മനസ്സാണ്. ബോധോദയത്തിൻ്റെ ആ വലിയ വിശ്വാകാരം പ്രാപിക്കുന്ന തലത്തിലേക്കുള്ള മനുഷ്യപ്രജ്ഞയുടെ വളർച്ചയും ഒരു സെൽഫ് അൺഫോൾഡ്മെൻറ്റുമാണ് സിംബോളിക്കായിട്ട് നാടകീയമായി പ്രതീകാത്മകമായി ആവിഷ്കരിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ട് വാമനൻ സിംബൽ ഓഫ് സൂപ്പർ കോൺഷ്യസ്നെസ്, മാവേലി സിംബൽ ഓഫ് ഇൻഡിവിജ്വൽ ഐ. ഇത്രയും മനോഹരമായി പറഞ്ഞു തന്ന ഒരു ഉത്സവത്തെ നമ്മൾ ഇപ്പോൾ അത് ഭോഗപ്രധാനമാക്കി, വാമനനെ അപ്രസക്തമാക്കി, ശുക്രാചാര്യന് പ്രാധാന്യം കൊടുത്തു.
ശുക്രനെ അതിജീവിക്കാനാണ് പറഞ്ഞത്. പക്ഷേ ശുക്രൻ ഇവിടെ ജയിക്കുകയും വാമനൻ തോൽക്കുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ ബോധം കെട്ടുകൊണ്ടാണ് വർത്തമാന കാലഘട്ടത്തിലെ ഓണം മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ കാണുവാൻ സാധിക്കും. നമസ്കാരം.